നിനവേക്കാരുടെ ഉപവാസം. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ഭാഗ്യവചനധാരാ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ 3 നോയമ്പിൻ്റെ ഉപവാസത്തിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളാണല്ലോ ഇപ്പോൾ. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കലെത്തിയാറേ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ചു, രട്ട് പുതച്ച് വെണ്ണീറിലിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സുപരിചിതമാണ് 4 അധ്യായങ്ങൾ മാത്രമുള്ള യോന പ്രവാചകന്റെ പുസ്തകം. അമിത്സായുടെ മകനായ യോന പ്രവാചക ശുശ്രൂഷ ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നിരുന്നു. മഹാനഗരമായ നിനവേ ഒരു മഹാനഗരത്തിൻ്റെ എല്ലാവിധ മ്ലേച്ഛതകളും ദുഷ്പ്രവർത്തികളും നിറഞ്ഞതായിരുന്നു. ഇത് ദൈവസന്നിധിയിലെത്തി. പഴയ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നിനവേ. പൗരാണികമായ ഈ നഗരം മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ അവരെ ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി നിൽക്കുന്നതിന് യോന പ്രവാചകനെ അവിടേക്ക് അയക്കുന്നു. അവിശ്വസ്തരും വഴിപിഴച്ചവരുമായ നിനവേക്കാർ പ്രവാചക ശബ്ദം കേൾക്കുകയോ പശ്ചാത്തപിക്കുകയോ ഇല്ല എന്ന് തോന്നിയതിനാലാകാം തൻ്റെ ദൗത്യത്തിൽ നിന്നും ഒളിച്ചോടുന്നതിന് യോന തയ്യാറായി. തർശീസിലേക്കുള്ള കപ്പലിൽ കയറിപ്പറ്റിയ യോന അടിത്തട്ടിലെ ചാക്കുകൾക്കിടയിൽ കിടന്നുറങ്ങി. കടൽ കോപിച്ചതോടെ ഭയന്നുപോയ കപ്പൽക്കാർ യോനയെ കണ്ടെത്തി. തൻ്റെ കുഴപ്പമാണ് കടൽക്ഷോഭത്തിന് കാരണം എന്ന് മനസ്സിലാക്കി തന്നെ കടലിലേക്കെറിഞ്ഞ് അവർ രക്ഷപ്പെടാൻ അഭ്യർത്ഥിച്ചു. യോനയെ അവർ കടലിലേക്കെറിഞ്ഞു. കപ്പൽക്കാർ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. മരണക്കയത്തിൽ നിന്നും അത്ഭുതകരമായി തിരിച്ചു വന്ന യോന ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതായി കാണാം. യോന നിനവേക്കാരോട് പറഞ്ഞ പ്രകാരം കേട്ടവർ ദൈവത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ ഉപേക്ഷിച്ച് അനുദപിച്ച് രട്ടെടുത്ത് ഉപവസിച്ചു. വിവര രാജസന്നിധിയിൽ എത്തിയപ്പോൾ രാജാവും സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ചു, രട്ട് പുതച്ച് വെണ്ണീറിൽ ഇരുന്നു. ദേശവാസികളുടെ ഉപവാസത്തിൽ അദ്ദേഹവും പങ്കുചേർന്നു. രാജ്യമെല്ലാം അനുദപിച്ച് ഉപവസിക്കണമെന്ന് കൽപ്പനയും നൽകി. 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ട് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. പ്രിയ ദൈവമക്കളെ, നിനവേക്കാരോടൊപ്പം നമുക്കും ദൈവഹിതത്തിന് വിരോധമായതിനെ ഉപേക്ഷിച്ച് അനുദപിക്കാം. നിനവേക്കാരുടെ അനുതാപത്തിൽ സന്തുഷ്ടനായ ദൈവം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. നിനവേ പട്ടണം സംരക്ഷിക്കേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രധാന വേദിയായിരുന്ന ഗലീല പട്ടണം ഈ നിനവേ പട്ടണം തന്നെയായിരുന്നു. തുടക്കത്തിൽ നാം കണ്ടത് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുന്ന യോനയാണ്. രണ്ടാമത് നാം കാണുന്നത് മരണക്കയത്തിൽ നിന്നും ജീവനിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തോടൊപ്പം നിൽക്കുന്ന യോനയാണ്. ദൈവം ഏൽപ്പിച്ച ജോലി ഭംഗിയായി ഈ കാലത്ത് യോന നിറവേറ്റി. മൂന്നാമത് നാം കാണുന്നത് ദൈവം നിനവേക്കാരുടെ അനുതാപം കണ്ട് മനസ്സലിഞ്ഞ് നന്മ ചെയ്തതിൽ കോപിഷ്ഠനാകുന്ന യോനയാണ്. മരണപര്യന്തം കോപിഷ്ഠനായിരിക്കുന്നത് വിഹിതം തന്നെ എന്ന് ദൈവത്തോട് പറയുന്നതായിട്ട് നാം വായിക്കുന്നു. യോനയെ കണ്ട കപ്പൽക്കാരും യോനയെ കേട്ട നിനവേക്കാരും മാനസാന്തരപ്പെട്ടു. യോനയെ കാണുകയും കേൾക്കുകയും ചെയ്ത നമുക്കും ദൈവം മുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.